അറിയില്ല, കല്യാണം കഴിക്കില്ലെന്നൊന്നും അറിയില്ല. ഇതുവരെയായിട്ടും ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് നല്ല ഒരു ആലോചന വന്നാൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അല്ല, ഞാൻ കൊല്ലത്തുമായിട്ടൊരു ബന്ധവുമില്ല. കൊല്ലം എന്ന് പറയുന്ന സ്ഥലമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ആളാണ് ഞാൻ കോട്ടയംകാരിയാണ്. ആകെയുള്ള ബന്ധം എൻ്റെ ഹസ്ബൻഡായിരുന്നു. സോ അത് അറിയാമല്ലോ, അത് മരിച്ചതിന് പിന്നെ എനിക്ക് ഒരു ബന്ധം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയതിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ തന്നെയാണ്. അപ്പം ഇന്നിപ്പോൾ മുഴുവനും ഇതായിട്ടിരിക്കുന്നത് രേണുവിന് സുഖമില്ല, രേണുവിന് അസുഖമാണ്, രേണുവിന് ക്യാൻസറാണ്, അത് ബെസ്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ചാനലിലൂടെ പറയുന്നുണ്ട് ഞങ്ങൾ നേരത്തെ അറിഞ്ഞത് പറയുന്നത് അതിലൊക്കെയാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് നേരത്തെ അറിഞ്ഞിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, ശരിയാണ്. അതിൻ്റെ ഒരു വീഡിയോയ്ക്ക് അത്ര ഞാൻ ഓർക്കുന്നുണ്ട്, രേണു നിൻ്റെ അവസ്ഥ നീ ചിന്തിക്കണം, നീ കുറച്ച് നോതുങ്ങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം മനുഷ്യർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇങ്ങനെ ഒരു ക്യാൻസറുള്ള കാര്യം. ഞാൻ ഒത്തിരി ഈ ബ്രസ്റ്റിന് തന്നെ ക്യാൻസറുള്ള ഒരുപാട് പേഷ്യൻറ്റിനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു ടീച്ചറുണ്ട്, അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നുണ്ട്. അല്ലാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരനുഭവിക്കുന്ന അവസ്ഥകൾ, അവർ ആ സിറ്റുവേഷനെ പറ്റിയൊക്കെ നമ്മളോട് പറയാറുണ്ട്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേട്ടിച്ച് ഇതിപ്പോൾ പറയുന്നു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നു, 2 മാസം ഇവർ അറിഞ്ഞിട്ടെന്ന് പറയുന്നു. പക്ഷേ ഈ രേണു കാണിക്കുന്ന രീതി ഒന്നും വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്നെയാണ് ആദ്യം തന്നെ രേണു ഇന്നലെ സബിനകത്ത് വന്നൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്നെയാണെങ്കിലും ഇന്നലെ വന്ന ലൈവിൽ വന്നതാണ് പുള്ളിക്കാരി. ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട്? പിന്നെ ഒരു കാര്യമുണ്ട്, രേണു അല്ല ഈ ഒരു അസുഖത്തെ പറ്റി പുറത്ത് വിട്ടേക്കുന്നത്, രേണുവിനെ റിലേറ്റ് ചെയ്യുന്ന ആരുമല്ല വിട്ടേക്കുന്നത്. സാധാരണ രേണുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സജിന, ശ്രീധുവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അവരാരും ഒന്നും പുറത്ത് വിട്ടിട്ടുമില്ല. ഇതൊരു വോയിസാണ് പുറത്ത് വന്നിരിക്കുന്നത്. രേണു ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു, ഇങ്ങനൊരു ഇതാണെന്ന് പറഞ്ഞത്, അതും പരുമല ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഒരു വോയിസും ഇപ്പോൾ എല്ലാവരും ഇതായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കിത് ബീവിയുടെ ചാനലിൽ തന്നെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രേണുവിൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം രേണു ഒരു ലൈവ് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ആ ലൈവും കൂടെ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം പറയുക രേണുവിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ, ഇത് സത്യമാണോ ഇല്ലയോ, രേണു ആ ലൈവിൽ എന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇതിനകത്തുള്ളത്? എന്നെ ഇഷ്ടമുള്ളവരൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ സബിലുള്ളവർക്ക്? ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. ഇതിനകത്തിപ്പോൾ എന്നാ അവർ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ ആ ഉടുപ്പ് അവർ പൊക്കി കാണിച്ചു കൊടുക്കണം. അത് കാണിച്ച് എന്നതിനാണെന്നറിയോ? കമൻറ്റിലൂടെ വന്നു, അങ്ങനെ ഒന്ന് കാണിക്കാനൊന്നും വേണ്ട. അതിനാണ് പുള്ളിക്കാർ ഇത് പൊക്കി കാണിച്ചിട്ട് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാൾ. സാധാരണ ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ ഓരോ അസുഖങ്ങൾ വന്ന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശത്രുക്കൾക്ക് പോലും വരലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ മാനസികമായിട്ട് തന്നെ മനുഷ്യരിതായി പോകും. ആർക്കും വരല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു അസുഖം. ആ ഒരു അസുഖം ഉണ്ടെന്ന് പറയുന്ന ഒരാൾക്കാർക്ക് സാധാരണ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. കാര്യം ദൈവമേ ഉള്ളൂ പിന്നെ നമുക്കൊരു പിടിവള്ളി എന്ന് പറയുന്നത്. ആ ഒരു മുന്നിൽ മാത്രം നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും ദൈവത്തോട് എടുക്കും. ഈ മാതിരിയുള്ള തോന്നിവാസങ്ങൾ അങ്ങ് നിർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിനനുസരിച്ച് കൂടിയാണ് വരുന്നത്. ഇവർ ഏത് മൈൻഡിലാണ് ഇതൊക്കെ എടുക്കുന്നത് എനിക്കറിയില്ല. അവരുടെ സബ് വന്ന് ചോദിച്ച കാര്യം ഇതാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സബ് എടുത്ത മനുവിനെ പറ്റി. പക്ഷേ ഈ മനുവിനെ ഇവർ ഇത്രയും പറയുമ്പം ഈ സബിനകത്ത് ചോദിച്ച കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. അത് ഞാൻ അവസാനം കാണിക്കാം. അപ്പോൾ നിങ്ങൾ പറയുക ഇതിൽ ഇവർ ഈ പറയുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു പക്ഷേ ഇവരെ ഒരുപാട് പേര് ഇപ്പോൾ വെറുത്ത് തുടങ്ങി. ഇവരുടെ കാര്യങ്ങൾ കണ്ട് ഇവർക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു മൊത്തം നെഗറ്റീവായിട്ടുണ്ട്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് ഇതൊരു പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്തേക്കുന്ന ഒരു മാർഗ്ഗമാണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇനി ഇവർ തന്നെയാണോ ഈ വോയിസ് പിടിപ്പിച്ചതിനുള്ള പിന്നിൽ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാണേലും നമുക്കിപ്പോൾ ഒരു മെഡിക്കലിൻ്റെ ആയിട്ടുള്ള ഇവർക്ക് ആ ഒരു പിന്നെ റിസൾട്ട്, ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്തിയ റിസൾട്ടൊക്കെ കാണുമല്ലോ, അതൊക്കെ കാണിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം സത്യമായി. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതൊരു സിമ്പതിക്ക് വേണ്ടി ആരോ മറ്റൊരാൾ അല്ലെങ്കിൽ ഇവർ പോലും അറിയാതെ ആരോ ഇത് അടിച്ചിറക്കിയേക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിലൊക്കെ ഉറപ്പിച്ച് പറയുന്നു സത്യമാണെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കുക? ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറി ഇതിനകത്ത് കയറി ഇരിപ്പുണ്ട്. സോ അവൻ ഇപ്പം തന്നെ ഇത് എന്താ പറയുക സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. സോ അവൻ ഇപ്പം തന്നെ ഇത് ലൈവ് പുറത്ത് വരും. ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ്, അവനൊക്കെ റീച്ച് മാത്രമാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം. എന്നാൽ വേറൊരാളുടെ
കയറിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഒരുപാട് ഗേൾസ് ലേഡീസ് ഉണ്ട്. എടാ ചുണയുണ്ടെങ്കിൽ മനു നാറ് ചെറ്റേ, നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡീസിൻ്റെയോ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ലൈവിൽ ചെന്നിട്ട് ലൈവ് എടുത്തിട്ട് നീ പുറത്ത് വിടണം. നീക്ക് വിവരം അറിയും. നടക്കത്തില്ല. രേണുസുതിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കാറ്. താങ്ക് യു സോ മച്ച് ഡിയർ. ഇതാണ് ഇവർ സഭി വന്നേച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങൾ. ഇവരതിനകത്ത് മനുവിന് ചോദിക്കുന്ന നട്ടലുള്ളവനാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ നട്ടലുള്ളവന്മാരുടെ കമൻറ്റ് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? ഇതിനകത്ത് ചോദിച്ച ചോദ്യങ്ങൾ അതിനകത്ത് മനു പറയുന്ന ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അതൊരു മോശം കാര്യമാണ് ഇവരോട് പറയുന്നത്. ഇത്രയും കേട്ടിട്ടും ഇവർക്ക് നാണമില്ലാതെ ഇവർ അതൊക്കെ നട്ടലുള്ളവർ, ഇവർക്ക് നട്ടലുണ്ടോ ഇതൊക്കെ കേൾക്കാനായിട്ട്? ഇവർക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ലാതെ ഉള്ളൊരു കാര്യം ഇതൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോൾ പറയും നിന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആവശ്യമുണ്ടോ, എന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളിയല്ലത്. അതൊരു തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പതിക്ക് വേണ്ടി പറയാനുള്ള വാക്കല്ലത്. അതൊക്കെ വന്നിട്ടുള്ളവരോട് ചോദിക്കുക അവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നതാണെന്നുള്ളത്. മനു പറയുന്നൊരു കാര്യം നമുക്ക് കേൾക്കാം. ചില ആൾക്കാർ ചോദിച്ചു, എന്താ ചോദിച്ച ചോദ്യം കേൾക്കാം. എനിക്ക് ചേച്ചീനെ ആണ് ഇഷ്ടം, ബ്രാ കാട്ടുമോ? ചേച്ചിയോടൊരുത്തൻ ചോദിച്ച ചോദ്യമാ, നട്ടലുള്ളവൻ ചോദിച്ച ചോദ്യമാ. നട്ടലുള്ള രേണുസുതി അത് കണ്ടു. ശരി, അടുത്ത ചോദ്യം. ഹിപ്പ് 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനല്ലേ ഹിപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, ചേച്ചിയുടെ ഹിപ്പ് കാണീര്. നട്ടലുള്ള രേണുവിനോട് നട്ടലുള്ളൊരുത്തൻ ചോദിച്ചതാ, ബ്രാ കാട്ടുമോ? ഈ സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ വന്ന സമയത്ത് രേണുവിന് എന്തുകൊണ്ട് അവനോട് തിരിച്ചു ചോദിക്കാൻ പറ്റിയില്ല? ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ചോദിക്കുന്നത്, അതിനകത്ത് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കമൻറ്റിനാണ് ഇപ്പോൾ മനു പറഞ്ഞത് മൊത്തം. അതിനകത്ത് ചോദിക്കുന്ന കാര്യമാണ് അവരിടയ്ക്ക് ഉടുപ്പ് പൊക്കി കാണിച്ചത്. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ ഇതൊക്കെ കാണിക്കുന്ന തോന്നിയാസങ്ങളൊന്നും പുറത്ത് ആരും അറിയരുത്. ഇവരെന്നത് ഇതിനകത്ത് കാണിക്കുക. ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബ്രസ്റ്റിനാണ് പ്രശ്നമെന്ന് പറയുന്നു. ഈ ബ്രസ്റ്റിന് പ്രശ്നമുള്ളൊരു വ്യക്തിക്ക് പെയിൻ കാണും. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെയിനും അസ്വസ്ഥതകളും ഒക്കെ കാണും. പിന്നെ 2 മാസം ഇവർ അറിഞ്ഞിട്ട് അതിന് മുമ്പേ ഇവർക്ക് തുടങ്ങിയതായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് വന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതുപോലെ കിടന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമില്ലോ? നിങ്ങളൊന്ന് നോക്കി. ശരീരം ഇട്ട് കുലുക്കുന്നുണ്ടോ നിങ്ങൾ? ഇത്രയും ഇട്ട് കുലുക്കാൻ പറ്റുമോ ഇത്? എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഇവർക്ക് ബ്രസ്റ്റിനാണ് ഇത് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിട്ടാണ് ഈ കുലുക്കി പറിച്ച് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് കരിമലയിലാണ് ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന കരിമല ഹോസ്പിറ്റലില്ലേ, മറ്റേ ഇത് പോയല്ലേ, കരിമല ഹോസ്പിറ്റലില്ലേ? കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്? കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ്, ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് കേട്ട അവരവസാനം പറഞ്ഞ് നിർത്തുന്നത് നിങ്ങൾ കേട്ടോ. എനിക്ക് ആദ്യമേ ഇഷ്ടമല്ലായിരുന്നു. ഇത് കേട്ടപ്പം ഒരു വിഷമം തോന്നി. അപ്പം സഹതാപത്തിലൂടെ ഇനിയൊരു ഇഷ്ടമുണ്ടാകും. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ കൊടുത്തേക്കുന്ന വോയിസ്, ഇത് അവർക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടോ, അതിന് ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖമില്ലേ, ഒന്നും എനിക്കറിയത്തില്ല. അവരവസാനം പറഞ്ഞു നിർത്തിയൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്കിഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞത് ഈ പറയുന്നത് തന്നെയാണ് എല്ലാവരും പറയാൻ പോകുന്നത്. ഈ ഇത്രയും നാളും ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങനൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് അവരോട് ഇഷ്ടം തോന്നി എന്ന് പറയും. ഇതായിരിക്കും മിക്കലും വന്ന് പറയാൻ പോകുന്ന കമൻറ്റുകൾ. പക്ഷേങ്കിൽ ഇവർ ഈ അസുഖം ഇത് ഞാൻ പറയുന്നില്ല, ഇത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ വോയിസിനകത്ത് കേട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ എന്നോട് കാണിച്ചേക്കുന്നത്. ഇവർക്ക് അസുഖം ഉണ്ടെന്നും ഞാൻ പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. കാര്യം എനിക്കത് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് രേണു ഒരു ലൈവ് വന്നിട്ടുണ്ട്. ആ ലൈവിനകത്ത് പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനൊരു അസുഖമുള്ള ഒരാളാണോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്നാണെങ്കിലും ഇതിന് ശേഷം കൊച്ചു കുട്ടികൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ അവരെ മാറ്റിയിരുത്തിയേക്കുക. മുതിർന്നവർ മാത്രം കാണുക. അതായത് 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഇത് കേൾക്കുക. നല്ല ഭാഷകളാണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അവനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കേടാ, ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. നാശത്തിനെ ഒന്നും ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ നാശം പിടിച്ച്
എടാ 4-10 നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള കേട്ടോ. എടാ 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 നാണം കെട്ട നാറിയുടെ മകനെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ. വീണ ചേച്ചി ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, ഞാൻ നല്ല തിരക്കാണ് ചേച്ചി. എനിക്ക് ഷൂട്ടും കാര്യങ്ങളും, ഇനിയിപ്പോൾ നാളെ ഷൂട്ടിന് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഡേറ്റ് ഇല്ല, ഷൂട്ടിന് വേണ്ടി ഞാൻ ഓട്ടമാണ്. എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ പറയുന്നത് കേൾക്കാം. സെറ്റ്. മോൻ ഇവിടെ ഉണ്ട്. ഏത് ഷൂട്ടൊന്നും ഞങ്ങളാരും കാണുന്നില്ലല്ലോ. സാധാരണ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് തിരിഞ്ഞാൽ ഉടനെ അവിടെ മീഡിയക്കാരുണ്ട്. അവർ വന്ന് കിടന്ന് നിങ്ങളുടെ പുറകെ കൂടെ നടന്ന് ഇങ്ങനെ വീഡിയോസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷൂട്ടുണ്ടെങ്കിൽ അതായാലും പുറത്ത് വരേണ്ടതില്ല. അതൊന്നും വരുന്നില്ലല്ലോ. കേട്ടല്ലോ നിങ്ങൾ. ഇവരുടെ വായിൽ നിന്ന ഭാഷകൾ നിങ്ങൾ കേട്ടോ. എത്ര ഇതായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു അസുഖമുള്ള ഒരാളോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതായിട്ട് പറയല്ലോ, നമുക്ക് പൊതുവേ നമുക്കൊരു അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ കുറച്ചൊന്ന് ഒതുങ്ങും. കാര്യം അവർ കൂടുതലും ദൈവത്തിലേക്കൊന്ന് അടുക്കാൻ നോക്കും. ആ അസുഖത്തിനൊരു മാറ്റം വരാൻ വേണ്ടി പിന്നെ അവരുടെ ഉള്ളിലൊരു പ്രാർത്ഥനയായിരിക്കും. ഇത് പക്ഷേ അങ്ങനെ വല്ലതുമാണോ കാണിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അസുഖം ഇവർക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് സംശയമെന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നു പോകും. കുറേ കൊടിച്ചി പട്ടികൾക്ക് ഒന്നും ആകാൻ കഴിയാത്ത കുറേ കൊടിച്ചി പട്ടികൾ. പക്ഷെ എൻ്റെ റീച്ച് ഭയങ്കര കേട്ടോ. എൻ്റെ ഒരു പേര് വെച്ചാൽ ഭയങ്കര റീച്ചാണെന്നേ. അതുകൊണ്ടാണ് ഈ കൊടിച്ചി പട്ടികളിൽ നിന്ന് കുരയ്ക്കുന്നത്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയാൽ നമ്മളും ആ കൊടിച്ചി പട്ടി തെണ്ടി നാറി പേപ്പട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം നെവർ മൈൻഡ്. ഇപ്പം ഇതിനകത്ത് വന്നിരുന്ന് കമൻറ്റ് ഇടുന്ന കുറേ കൊടിച്ചിപ്പട്ടികളുണ്ട്. ആ കൊടിച്ചിപ്പട്ടികൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. കൊടിച്ചിപ്പട്ടികൾ കുരച്ച് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ച് നേരമൊക്കെ കല്ലെടുത്തെറിയും. കൊടിച്ചിപ്പട്ടികൾ പേപ്പട്ടികൾ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. നമ്മൾ നെവർ മൈൻഡ്. ഇനി അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ വലിയ സെലിബ്രേറ്റ് ഇല്ല. നമ്മൾ എന്തിനാണ് ഈ ചെറ്റകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അതാണ് രേണുസുതി. ഓക്കെ. സാൻവിയ മോംസ്, ഹായ് ചേച്ചി, ഐ ലവ് യു ടു ഡിയർ, ലവ് യു, ടേക്ക് കെയർ. രേഷ്മ എന്താ വിശേഷമൊന്നുമില്ല ഡിയർ, സുഖമായിട്ടിരിക്കുന്നു. സൗമ്യ, ഞാൻ അഞ്ചലിലും വരും, എവിടെയും വരും, വിളിച്ചാൽ മതി, ഞാൻ വരാം. അക്ഷര അനിൽ, ഹായ് കുട്ടാ. വിനോദേ, നിങ്ങളുടെ കമൻറ്റ് ഞാൻ വായിച്ചല്ലോ. സുൽഫി, ഹായ്. അനിത, രേണു ചേച്ചി ഒരു ഹായ് തരുമോ? ഹായ്. നന്ദന, അഖില, നെഗറ്റീവിന് മാത്രം റിപ്ലൈ കൊടുക്കത്തുള്ളൂ. ഞങ്ങളും ഉണ്ട് ഒരു ഹായ് പറയാം. സോറി കേട്ടോ, ഇനി നെഗറ്റീവ് പറയുന്ന കൊടിച്ചി പട്ടി തെണ്ടി പട്ടികൾ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. ആ പേപ്പട്ടികളുടെ മുന്നിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പേപ്പട്ടികൾക്ക് ഇതിലും അന്തസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കമൻറ്റുകൾ വായിക്കാറില്ല. വാർഡ് കമൻറ്റുകൾ ഒഴിവാക്കി. കേട്ടല്ലോ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്. ഇവരൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. ഇവർ പള്ളിക്കാരും കാണില്ല ഇവർ പറഞ്ഞ അസഭ്യങ്ങളൊന്നും. സാധാരണ ക്രിസ്തീയ ഇതിൽ കുംഭസാരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാര്യം ഞാനൊരു ക്രിസ്ത്യനാണ്, അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. നമ്മളെ വായിൽ നിന്ന് വരുന്ന അസഭ്യങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഈ കുംഭസാരത്തിലൂടെ നമ്മൾ പറയുന്നത്. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് നമുക്ക് പ്രാർത്ഥന കാര്യം. ഇത് ദിവസവും ഇവർ ഇങ്ങനെയുള്ള അസഭ്യങ്ങളാണല്ലോ ഇവരുടെ വായിൽ നിന്ന്. ഇവരെ ആരും നെഗറ്റീവ് പറയാൻ പാടില്ല. പറഞ്ഞ ഉടനെ ഇവർ ചീത്ത വിളിക്കും. അതാണ് ഇവരുടെ പരിപാടി. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പറയുക. എനിക്ക് തോന്നിയ സംശയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുക. കാര്യം ഇങ്ങനെ രസം ഇവർ പറഞ്ഞ അഞ്ജലി വരും, എവിടെയും വരുമെന്ന് പറഞ്ഞല്ലോ. സുധിയുടെ വീട്ടിൽ വരുന്ന കൊല്ലത്തെ കാര്യം ചോദിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ നാടിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇവർ തരുന്ന ഒരു മറുപടി ഉണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഓക്കെ, ശരി. വിനോദ്, എവിടെയാണ് ചേച്ചി? കൊല്ലത്തല്ല. ഞാൻ കൊല്ലത്തുമായിട്ടൊരു ബന്ധവുമില്ല. കൊല്ലം എന്ന് പറയുന്ന സ്ഥലമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ആളാണ് ഞാൻ കോട്ടയംകാരിയാണ്. ആകെയുള്ള ബന്ധം എൻ്റെ ഹസ്ബൻഡായിരുന്നു. സോ അത് അറിയാമല്ലോ. അത് മരിച്ചതിന് പിന്നെ എനിക്ക് ഒരു ബന്ധമില്ല. കേട്ടല്ലോ, കൊല്ലത്ത് വരാമെന്ന് ചോദിച്ചതിന് കൊടുത്ത മറുപടിയാണിത്. ഇതായിരുന്നു എൻ്റെ സ്വിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഓടി നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആക്കിയത് ഇവരല്ലേ. അവരുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്നാ? ഇവർ ഇങ്ങനത്തെയുള്ള രീതികളൊക്കെ അവർ എതിർക്കുന്നതുകൊണ്ടാണ് അവരുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ അവർ എതിർക്കുന്നതുകൊണ്ടാണ് അവരെ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഭർത്താവ് മരിച്ചപ്പോൾ കട്ടെന്നുള്ളതാണ് വിരൽ വെച്ച് ഇങ്ങനെ കാണിച്ചത്. കട്ടായി എന്ന് സൂചേണ്ട ബന്ധങ്ങൾ കട്ടായി എന്നുള്ളത് കാണിച്ചേക്കുന്നത്. നിങ്ങൾ എത്ര കട്ട് ചെയ്താലും എന്നതെല്ലാം കാണിച്ചാലും ആ കൊച്ചു വളർന്നു വരുന്നില്ല ഋതപ്പൻ. അവരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുറിച്ച് കളയാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കലും മുറിച്ച് കളയാൻ പറ്റത്തില്ല. ഋതപ്പൻ്റെ അപ്പൻ്റെ അമ്മയും ഋതപ്പൻ്റെ കൂടപ്പിറപ്പും ഒക്കെയുള്ള സ്ഥലമാണത്. എത്ര നിസ്സാരമായിട്ട് രേണുവിൻ്റെ വായി നിങ്ങളുടെ ഇപ്പോൾ രേണുവിൻ്റെ വായിൽ നിന്ന് ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ലൈവ് വന്നേച്ച് കിടന്ന് പറയുന്ന കാര്യങ്ങളാണ്, വിളിക്കുന്ന അസഭ്യങ്ങളാണ്. ഇവർ കാണിക്കുന്നതിന് ബാക്കിയാണ് ഇവരെ വന്ന് ഈ ലൈവ് വന്ന് ഓരോരുത്തരും ചീത്ത വിളിക്കുന്നത്.
ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് വന്നേക്കുന്നത് ഇത് എന്നാന്ന് എനിക്കിത് സത്യമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. ഉള്ള സത്യം ഞാൻ പറയാം. ഇത് കറക്റ്റാണോ എന്നാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതാരോ എന്നെങ്കിൽ എവിടുന്നോ ഒരു മൂലയിൽ നിന്ന് ആരോ അഴിച്ചുവിട്ടൊരു ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. എൻ്റെ മഞ്ചാടിക്കുട്ടിക്ക് വളരെ വലിയൊരു ബിഗ് ഹായ്. യെസ്, ഉറപ്പായിട്ടും. ക്രിസ്റ്റി, രേണു ചേച്ചി സുഖമാണോ? യെസ്. ശ്രേയ സോയ ഹലോ ഹായ്. സ്മിത ഹായ്. രേണുക്കുട്ടി ഹായ്. ചേച്ചി സുഖമാണോ? ചേച്ചി കല്യാണമുണ്ടോ? ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കുട്ട. കല്യാണം അറിയില്ല, കല്യാണം കഴിക്കുമല്ലോ എന്നൊന്നും അറിയില്ല. ഇതുവരെയായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് നല്ല ഒരു ആലോചന വന്നാൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. സേതുലക്ഷ്മി ഞാൻ നാഗമ്പടത്ത് വെച്ച് കണ്ടത് എനിക്കങ്ങനെ ഓർമ്മയില്ല. ഒരുപാട് പേരെ കാണുന്നല്ലേ കുട്ടാ. ചേച്ചിയെ കാണാൻ ഇതാണ് ഇവരുടെ ലൈവ് വന്നിച്ച് ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ. എന്നാലും ഇവർ അറിഞ്ഞു കാണും. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു കാര്യം ഇവർ അറിഞ്ഞു കാണും, അറിയാതിരിക്കത്തില്ല. ഇതറിഞ്ഞിട്ടും ഇവരിങ്ങനെ വന്നൊക്കെ ഒരു ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസിൻ്റെ പിന്നിൽ എന്നതോ ഒരു തെറ്റിദ്ധരിക്കപ്പെടിയിലുണ്ട്. കാര്യം ഇവരിതുവരെ ഒരു കാര്യം ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല. വന്നേച്ച് ഈ അലക്ക് കണ്ടാൽ വല്ല കുഴപ്പമുണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ? അത് നല്ല നല്ല ഭാഷകളാണ് ഉപയോഗിക്കുന്നത്, നല്ല ഭാഷകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നതാണേലും ഇവർ ഈ അസുഖത്തെ പറ്റി വന്നേക്കുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് എപ്പോഴും തെളിയുന്നെങ്കിൽ തെളിയട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഈ ഒരു നെഗറ്റീവ് ഈ ഒരു ഇത് പറഞ്ഞ് അതിലൂടെ ഈ നെഗറ്റീവ് എല്ലാം പോസിറ്റീവാക്കി എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതിനേക്കാൾ വലിയ വീഴ്ചയിലേക്ക് പോവുകയുള്ളൂ. കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഇതിലായി. ഇനി വീണ്ടും നിങ്ങൾ ഇങ്ങനൊരു ഇതും കൂടെ ഇവരല്ല കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരെ പറയാൻ പറ്റത്തില്ല. ഇത് വേറെ വോയിസാണ് വന്നേക്കുന്നത്. അതിൽ സത്യം എത്രമാത്രം, പക്ഷേ അതിലൊക്കെ പറയുന്നത് സത്യമുണ്ട്, അവരത് കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. അവർക്കറിയാം, അവർ ഇതറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ വ്ളോഗ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്. ഇങ്ങനൊരു അസുഖമുള്ള ഒരാൾക്ക് ഇതുപോലൊക്കെ കിടന്ന്, അതും ഏത് സ്ഥലത്താണ് ഇതുള്ളതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതുപോലെ കിടന്ന് ചാടി മറിയാനും ഇപ്പോൾ തന്നെ ആ ഡ്രസ്സ് ഇട്ടേക്കുന്നുണ്ടോ? ഇത്രയും പാടുപെടേണ്ട കാര്യമുണ്ടോ? കഴുത്തിച്ചിട്ട് പൊറോട്ട നിറക്കി വെച്ചാൽ അവിടെ ഇരുന്നോളിയല്ലേ? ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടൊന്നും ഒന്നെങ്കിൽ അങ്ങ് കാണിക്കുക, ഇല്ലേ നിങ്ങളങ്ങ് കാണിക്കാതെ ഇരിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. ഇനി ഇതൊക്കെ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. കാര്യം നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടേ? എന്നാണേലും ഈ ഒരു അസുഖത്തിൻ്റെ പേരും പറഞ്ഞപ്പോൾ ഭയങ്കര പബ്ലിസിറ്റി വന്നിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് പുറകെ അറിയാൻ പറ്റും. ചിലപ്പോൾ സത്യമായിരിക്കാം, സത്യമല്ലായിരിക്കാം. ഞാനിത് രണ്ടും ഉറപ്പിച്ച് പറയുന്നില്ല. കാര്യം നമ്മുടെ തെളിവൊന്നുമില്ല. ഇങ്ങനൊരു അസുഖമുണ്ടെന്നുള്ളതിന് ഉള്ള തെളിവോ കാര്യങ്ങളോ നമ്മുടെ കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ വന്ന് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമുക്കിത് സത്യമാണെന്ന് പറയാനായിട്ട് യാതൊരു ഇതില്ല. എന്നാലും മറ്റ് അതിൻ്റെയൊക്കെ ചാനലിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവരെടുത്ത് ഈ റിയാക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ സബിനകത്ത് വീഡിയോസ് എടുത്ത് പുറത്ത് വിടുന്നതിനോ ഒക്കെ വേണ്ടിയാണോ ഇവരിനി ഈ ഒരു ഇത് പറഞ്ഞേക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതിൻ്റെ സത്യങ്ങൾ എന്നാന്നുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.